നമുക്ക് ഈസി ആയിട്ട് സോസേജ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ കുബൂസിൽക്കും ചോറിൽക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ടാക്കുന്നത്. ഞാനൊരു 3 പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഞാൻ ഇതാ ഈ ഒരു സൈസിൽ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. എന്നിട്ട് നല്ല കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് നമ്മളതിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഒരു 7 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള സവാള 7 എടുത്തിട്ടുണ്ട്. എന്നിട്ടത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാറ്റി വെച്ചത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ മസാല കൂട്ടുന്നത് കേട്ടോ. മസാല നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിലേക്ക് കൂട്ടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടിയതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞ് വെച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൽ ശേഷം ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി വാടിയതിന് ശേഷം ഒരു 2 ടീസ്പൂണ് കാശ്മീരി ഇട്ടെടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൊടി കൂടെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അപ്പോൾ അത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതും കൂടെ ചേർക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ അതിലേക്കൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ശേഷം ഒരു 2 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര എളുപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങനെ മൂടി വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ.